ഏത് ബാലേ 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 ഞങ്ങളുടെ സ്വന്തം ബാലേ ഞങ്ങളുടെ സ്വന്തം ബാലേ സീസൺ മുഴുവൻ കഞ്ഞി കുടിക്കാൻ തള്ളിക്കൂട്ടിയ ബാലേ തള്ളിക്കൂട്ടിയ ബാലേ അമ്മച്ചിക്കാർ കാശു തന്നാൽ ഇപ്പൊ തുടങ്ങും ബാലേ ഇപ്പൊ തുടങ്ങും ബാലേ 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 ബാലേ. ഇത് അസ്ഥിരപുരം കൊട്ടാരം. പ്രിയമുള്ള നാടാകെ, ഈ അസ്ഥിരപുരം വാഴും മഹാരാജാവും ദേശക്കാർക്ക് മോശക്കാരനുമായ PC ശങ്കുരു ഇതാ എഴുന്നള്ളുന്നേ എന്റെ അമ്മയ്ക്ക്. ഇത് PC ശങ്കുരു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊട്ടാര ജീവിയാണ് ഇദ്ദേഹം. ആരെവിടെ ആരെവിടെ കൊണ്ട പൊട്ടിക്കണ്ട, ആനിവിടെ ഉണ്ട്. എടോ അതല്ല, ആന അവിടെ. എവിടെ? ദാണ്ടെ അവിടെ. ഓ അതാണോ? അത് കൊട്ടാരത്തിലെ ഫ്യൂസൂരാൻ വന്ന ലൈൻമാനാ. എന്ത്? ഈ അസ്ഥിരപുരം കൊട്ടാരത്തിലെ ഫ്യൂസൂരാൻ മാത്രം രാജൻ കറണ്ട് ചാർജ് അടച്ചിട്ട് മാസങ്ങളായി. എന്തോ ഒരു കിളികിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. മഹാരാജൻ അങ്ങോട്ട് നോക്കിയേ, ഒരു ആന. ആഹാ, എന്തൊരു ഗാംഭീര്യം, എന്തൊരു ചന്തം. ആട്ടെ ബട, ഏതാ ആന? അത് മനസ്സിലായില്ലേ? ഇല്ല. ആ കറുത്ത് തടിച്ച് പൊക്കത്തില് മുന്നിൽ നടക്കുന്നതാണ് ആന, പിറകെ പോകുന്നത് പാപ്പാൻ. ഓ അതല്ലടാ ബട, ആന ആരുടേതാണെന്നാണ് ചോദിച്ചത്. അതതിന്റെ മുതലാളിയുടെ. ആരാ മുതലാളി? അതിന് തീറ്റ കൊടുക്കണ ആള്. എടാ തീറ്റ കൊടുക്കണത് ആരാന്നാ ചോദിച്ചത്? അതാണ് ചോദിച്ചത്. അല്ല എന്റെ മുതലാളി. ഓ നിന്നെയൊക്കെ തീറ്റ പൊട്ടണ എന്നെ വേണം തല്ലാൻ. അയ്യോ നീ എന്തിനാണ് എന്നെ തല്ലിയത്? ആ രാജാവിന് പറഞ്ഞ തീറ്റിപ്പൊട്ടുന്ന ആളെ തല്ലാൻ. ഓ കൊല്ലാൻ പറയാനത് നന്നായി. വീരവീര പരാക്രമിയും ഹസ്തിനപുരത്തിന്റെ അപമാനവുമായ മന്ത്രി ഗോപാലൻ കളത്തിപ്പറമ്പിൽ ഇതാ എഴുന്നള്ളുന്നേ. എന്തുവാടാ ഇത്? ചെണ്ടയില്ല, പകരം തൊണ്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാ. മണ്ട. മന്ത്രി വരുമ്പോൾ ജനങ്ങൾ ഒരുപാട് കോമഡികൾ പ്രതീക്ഷിക്കും. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാണ് മന്ത്രിയെ വിളിപ്പിച്ചത്. എന്താണ് പ്രഭു? എന്റെ മകളുടെ വിവാഹകാര്യം മന്ത്രിക്കറിയാമല്ലോ. എന്റെ മകൾ ജീവിതത്തിൽ എന്നെ വരെ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പ്രഭു, അങ്ങയുടെ മകളുടെ മുഖം കണ്ടാണ് നാട്ടുകാരെ. അയ്യോ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പുളിച്ച കോമഡി പറയില്ലേ. മന്ത്രി, നമ്മുടെ മകളുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറയൂ. ഈ കല്യാണം ഞാൻ കലപ്പലക്കുക. കല്യാണം ഞാൻ തകർക്കുന്ന. ഈ കല്യാണം ഞാൻ അടിച്ചു പൊളിക്കുന്നു. ഞാന് ഈ കല്യാണം ഞാൻ അങ്ങനെ പറ. മന്ത്രിയുടെ മകളുടെ കല്യാണക്കാര്യം എന്തായി? രണ്ടാമത്തെ മകളുടെ കല്യാണം ഉറപ്പിച്ചു പ്രഭു. എന്ത്? മൂത്തവൾ പരനിറങ്ങി നിൽക്കുമ്പോൾ രണ്ടാമത്തവളുടെ കല്യാണം നിശ്ചയിക്കേ? മൂത്തവള് പരല്ലേ നിറഞ്ഞു നിൽക്കണത്, രണ്ടാമത്തവളോടെ വയറ് നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് മാസം 7 എന്താ ഒരു വല്ലാത്ത മണം? നമ്മുടെ രാജഗുരു വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമസ്കാരം പ്രഭു. നമസ്കാരം ഗുരു. ഗുരുവിനെ നാം വിളിപ്പിച്ചത് കബഡി നിർത്തുന്ന കാര്യം പറയാനാണ്. കബഡി 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 എന്റെ ഗുരു കബഡി കളിക്കാനല്ല പറഞ്ഞത്, കബഡി നിരത്താനാ. ഓ അങ്ങനെയാണ്. ഇവിടെ ഒരു അപകടം സംഭവിക്കാൻ പോകും. ഇവിടെ ആർക്കാണ് ബൈക്ക് ഓടിക്കാൻ അറിയുന്നത്? എന്താ ഗുരു? സത്യം പറ, ഇവിടെ ആർക്കാണ് ബൈക്ക് ഓടിക്കാൻ അറിയുന്നത്? എനിക്കറിയാം. എന്താ ഗുരു? അണ്ണ അത്യാവശ്യമായിട്ട് വീട് വരുന്ന പോണം, കവടി എടുക്കാൻ മറന്നുപോയി. ഇനി കാര്യം പറഞ്ഞു ഗുരു. മകളെ കുറിച്ച് ഓർത്ത് മാത്രമാണ് എന്റെ സങ്കടം. എന്ത് സങ്കടം? അവളൊന്ന് ചിരിച്ചു കാണാൻ ഞങ്ങൾ എന്തുമാത്രം കൊതിച്ചെന്നറിയാമോ? ആരെവിടെ? ഞാനിവിടെ. രാജ്യമൊട്ടാകെ ഒരു വിളംബരം നടത്തണം. ജീവിതത്തിൽ ഇന്നുവരെ ചിരിച്ചിട്ടില്ലാത്ത നമ്മുടെ മകളെ ആര് ചിരിപ്പിക്കുന്നുവോ അവൾക്ക് നാം നമ്മുടെ കുമാരിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നതാണ്. ഉത്തരവ്. പ്രിയമുള്ളവരെ, PC ശങ്കരു
മഹാരാജാവിന്റെ മകളെ ആര് ചിരിപ്പിക്കുന്നു അയാൾക്ക് ആ സാധനത്തിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണെന്ന് മഹാരാജാവ് ഉത്തരവിട്ടിരിക്കുന്നു. എന്താ മന്ത്രി? കോമഡി പ്രഭു, കോമഡി പൊട്ടിക്ക, കോമഡി എമാതിരി കോമഡിയാ. എന്നിട്ട് നമ്മുടെ മകൾ ചിരിച്ചോ? ഇല്ല, ഒറ്റയാക്കും രാജകുമാരിയെ ചിരിപ്പിക്കാൻ കഴിഞ്ഞില്ല പ്രഭു. ഈശ്വര, എന്റെ മകൾ വഴിയാധാരമായല്ലോ. പ്രഭു ചിരിച്ചു, പ്രഭു ചിരിച്ചു. അങ്ങയുടെ മകൾ പൊട്ടി 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 ചിരിച്ചു പ്രഭു. ആയി, നമുക്ക് സന്തോഷമായി. ആരാണ് നമ്മുടെ മകളെ ചിരിപ്പിച്ച ആ പ്രതിഭ? ഇതുവരെ ഈ ദേശത്തൊന്നും കണ്ടിട്ടില്ല മഹാരാജൻ. എന്തൊരു സൂര്യ തേജസ്സാണ് ആ മുഖത്ത്. ആ മുഖം കണ്ടാൽ അറിയാം സത്യസന്ധനും സദ്ഗുണ സമ്പന്നനുമാണെന്ന്. എങ്കിൽ ആ സത്യസന്ധനെ വിളിക്കൂ. എന്റെ മകളെ ചിരിപ്പിക്കാൻ എന്ത് തമാശയാണ് കുമാരൻ പറഞ്ഞത്? പറയൂ പറയൂ, എനിക്ക് കേൾക്കാൻ കൊതിയാ. ഈശ്വരന്മാരെ, ഞാൻ തമാശയൊന്നും പറഞ്ഞില്ല. ഞാനൊരു ഡാൻസ് കളിച്ചതേ ഉള്ളൂ. ദേ കിടക്കുന്നു സാധനം, തിന്തരിക്കണതോ. ഓ, എങ്കിൽ ആ നൃത്തമൊന്ന് കാണട്ടെ. ഡാൻസ് ആരംഭിക്കാല്ലേ? അയ്യോ, ഇതെന്താണ് താഴേന്ന് പറക്കുന്നത്? അയ്യോ, ഇത് താഴേന്ന് പറക്കുന്നതല്ല, പിന്നെ ഇതിന്റെ പേരാണ് സ്റ്റേജ് വന്ദനം. ഏയ് മാളൂരേ, നിങ്ങൾക്ക് പാമ്പാട്ടിയുടെ കഥ കേൾക്കണോ? പാമ്പാട്ടി ഞാൻ, നല്ല പാമ്പാട്ടി ഞാൻ, മലതോറും മലയുന്ന പാമ്പാട്ടി ഞാൻ, ഒരു നേരം വന്നെത്തിനായെന്നും നാടാകെ പാമ്പാട്ടമാടുന്ന പാമ്പാട്ടി ഞാൻ. ഒരു ദിവസം കൂട തുറന്നപ്പോ പണം വിടർത്തിയാടിയ പാമ്പിനെ കണ്ടില്ല. എവിടെ പോയി പാമ്പേ നീ, എവിടെ പോയി? ആട് പാമ്പേ മനം തേട് പാമ്പേ, ആട് പാമ്പേ മനം തേട് പാമ്പേ. ആട് പാമ്പേ മനം തേട് പാമ്പേ, ആട് പാമ്പേ മനം തേട് പാമ്പേ. മര്യാദക്ക് സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് രണ്ടെണ്ണം അടിച്ചോണ്ടിരുന്ന എന്നെ മകിടി ഊതി വിളിച്ചു വരും. ഒരു മിസ് കോൾ വിട്ടാൽ ഞാൻ വരില്ലേ? ചേട്ടാ, നിങ്ങൾക്കറിയാമോ 10 വർഷം കൊണ്ട് ഞാൻ പഠിച്ചെടുത്ത കലോ പലഹാരം കലോപഹാരം ഒറ്റ നിമിഷം കൊണ്ട് ഈ കസ്ബനെ നശിപ്പിച്ചു കളഞ്ഞത് നിങ്ങൾക്കറിയാമോ? ഇന്നെന്റെ അടിഞ്ഞാട്ടമായിരുന്നു, അരങ്ങേറ്റമായിരുന്നു. ഇല്ല, ഇനി ഞാൻ ഈ ചിലക്ക് കെട്ടില്ല. വേണ്ട, നീ ഈ ചിലക്ക് കെട്ടണ്ട. കൊച്ചു കൊച്ചു ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു മനസ്സ്. ഇല്ല, ഇനി ഞാൻ ഈ ചിലക്ക് കെട്ടില്ല. വേണ്ട, നീ ഈ ചിലക്ക് കെട്ടണ്ട. കെട്ടണ്ട കെട്ടണ്ട കെട്ടണ്ട. വൈകിട്ട് 5 മണി കഴിയട്ടടാ, നിന്ന് ഞാൻ എടുത്തോളാം. ഇത് കേട്ടാൽ ആരാ ചിരിക്കാതിരിക്കുക? ഏതായാലും താൻ പ്രഖ്യാപിച്ച പ്രകാരം എന്റെ മകളെ താങ്കൾക്ക് വിവാഹം കഴിച്ചു തരാം. അതായിരിക്കും അവരുടെ വിധി. എങ്കിൽ ആഘോഷങ്ങളൊക്കെ ആരംഭിക്കാം അല്ലേ? ആഘോഷങ്ങളൊക്കെ തുടങ്ങാൻ വരട്ടെ. ഈശ്വരന്മാരെ, എനിക്ക് രാജകുമാരി കാണാൻ കൊതിയാകുന്നു. രാജകുമാരി വിളിക്കൂ രാജാവേ. ആരെവിടെ? എങ്കിൽ രാജകുമാരിയെ ഇങ്ങോട്ട് ആനയിക്കൂ. മാനസത്താം മനുഷ്യന്റെ നാന്തോള വെച്ച് മേലെ കെട്ടിയ നാക്കമുക്ക 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 മാനസത്താം മനുഷ്യന്റെ നാന്തോള വെച്ച് മേലെ കെട്ടിയ നാക്കമുക്ക 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 നാക്കമുക്ക